നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നാളെയാണ് പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ട്. 19-ാം തീയതി തെരഞ്ഞെടുപ്പ്. ഇത്തവണ ഇതുവരെ വളരെ സംഭവബഹുലമായിരുന്നു പ്രചാരണം. പ്രിയങ്ക ഗാന്ധി മുതൽ യൂസഫ് പഠാൻ വരെ താരങ്ങളുടെ ഒരു നീണ്ട നിര. പ്രിയങ്ക ഗാന്ധി ആയിരുന്നു UDFൻ്റെ സ്റ്റാർ അട്രാക്ഷൻ. 2 ദിവസം പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ നിന്ന് കാടടച്ച പ്രചാരണം നടത്തി. CPM-നെ സംബന്ധിച്ച് അവരുടെ സ്ഥാനമെന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ 4 ദിവസം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തി. യൂസഫ് പഠാനും വളരെ ആഘോഷമായി അവിടെ വന്നു, ജനം കൂടി. BJP-യെ സംബന്ധിച്ച് BJP അത്ര ഗൗരവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവർ ദേശീയ നേതാക്കളെ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. അവരുടെ സംസ്ഥാന നേതാക്കൾ തന്നെയാണ് അവരുടെ ഈ റോഡ് ഷോയ്ക്ക് നേതൃത്വം കൊടുത്തത്. എന്തായാലും ആ റോഡ് ഷോ എല്ലാം കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു ലാപ്പിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിൽ ജനങ്ങളെ സംബന്ധിച്ച്, നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ആക്രമണങ്ങളുടെ ഒരു നിരയാണ് അവരുടെ നേർക്ക്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ അവരെ സംബന്ധിച്ച് ഒരു ആക്രമണമാണെന്ന് പറയാം. കാരണം അനവസരത്തിൽ വന്ന അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് അവർക്ക് ഗുണത്തേക്കാളേറെ ദോഷവും തലവേദനയുമാണ് ഉണ്ടാക്കിയത്. പക്ഷെ അവരാരോട് പരാതി പറയാനായിട്ട്? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് ഉത്തരം ഇപ്പോഴും നിലമ്പൂരിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ ആക്രമണം വന്യജീവികളുടെ ആക്രമണമാണ്. അവർ നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികളുടെ ആക്രമണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിഹാരമില്ലാതെ. മൂന്നാമത്തെ അവർ നേരിടുന്ന ആക്രമണം ഇപ്പോൾ വന്നിരിക്കുന്ന കാലവർഷമാണ്. കാലവർഷത്തിൻ്റെ കെടുതികളൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടി അവരുടെ തലയിൽ വന്നു വീണത്. 19-ാം തീയതി പോളിംഗ് ദിനത്തിൽ കാലവർഷം അവരെ കൂടുതൽ പീഡിപ്പിക്കാതിരിക്കട്ടെ, അവർക്ക് കുറച്ചുകൂടി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുകയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു പെട്ടി വിവാദം തുറന്ന് വന്നെങ്കിലും അത് വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല. പാലക്കാട്ടെ പെട്ടി വിവാദം UDF വളരെ നന്നായി ഉപയോഗിച്ചുവെങ്കിലും ഇവിടെ ആ പെട്ടി വിവാദം അത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-നും താല്പര്യമില്ലായിരുന്നു. കാരണം അത് ഏതൊരു സംഭവത്തിൻ്റെ ആവർത്തനം ഒരു പ്രഹസനമായി മാറുമെന്നതുകൊണ്ടും ജനം അത് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ടുമായിരിക്കണം CPM അതിൽ കാര്യമായി പിടിച്ചില്ല. രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തവണത്തെ പ്രചാരണം അധികവും. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വരുന്നത് വഴി അത് ഒരു കൈക്കൂലിയായി മാറുന്നു എന്നുള്ളതായിരുന്നു KC വേണുഗോപാലിൻ്റെ ആരോപണം. എന്നാൽ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു എന്ന മട്ടിലായി അതേക്കുറിച്ചുള്ള പ്രചാരണം. എന്തായാലും അത് ഒരു പരിധിവരെ LDF-ന് മുതലാക്കാൻ കഴിഞ്ഞു. വന്യമൃഗ വിഷയമായിരുന്നു രണ്ടാമത്തെ ചർച്ച. അവിടുത്തെ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ വന്യമൃഗ ആക്രമണം തന്നെയാണ്. പക്ഷേ അത് ആരാണെൻ്റെ ഉത്തരവാദി എന്ന കാര്യത്തിൽ തർക്കം തുടരുകയാണ്. BJP അത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണെന്നും LDF അത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണെന്നും പറയുന്നു. രണ്ട് കൂട്ടരുടെ ആണെങ്കിലും അത് മുതലാക്കാനാണ് UDF-ൻ്റെ ശ്രമം. എന്തായാലും ഈ തർക്കത്തിനിടയിൽ വന്യജീവികളുടെ അവരുടെ ആക്രമണം തുടരുന്നു എന്നല്ലാതെ ഇതിൻ്റെ ശാശ്വത പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ജനങ്ങളെ കുഴയ്ക്കുന്ന മറ്റൊരു വിഷയം ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദി പാർട്ടിയാണോ അതോ മതപാർട്ടിയാണോ അതോ രാഷ്ട്രവാദി പാർട്ടിയാണോ എന്നുള്ള തർക്കമാണ്. അതും ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നുള്ള അവസ്ഥയിലാണ്. CPM പറയുന്നത് അതൊരു മതരാഷ്ട്രവാദി പാർട്ടിയാണെന്നാണ്. UDF പറയുന്നു ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദി പാർട്ടിയല്ല, അത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അത് ഒരു മതരാഷ്ട്രവാദി പാർട്ടിയല്ല എന്നുള്ളതാണ് അവരുടെ വാദം. എന്തായാലും അതും തീരുമാനിക്കേണ്ട തലവേദന ഇപ്പോൾ ജനങ്ങൾക്കാണ്. ഇനി പോളിംഗ് അടുത്ത സ്ഥിതിക്ക് ഇനി അടുത്ത ചർച്ച ഭൂരിപക്ഷം എത്ര എന്നുള്ളതാണ്. UDF 25,000 വരെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. അതേസമയം LDF ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊന്നും പറയുന്നില്ലെങ്കിലും തങ്ങൾ നല്ല മാർജിൻ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അൻവർ തുടക്കത്തിൽ പറഞ്ഞ 75,000 വോട്ട് താൻ പിടിക്കുമെന്നുള്ള ആ നിലപാട് തന്നെ അവസാനം വരെ ഉറച്ചു നിൽക്കുകയാണ്. എത്ര വോട്ട് ആര് പിടിക്കും എന്നുള്ളതിനേക്കാളും ആളുകൾ നോക്കിയിരിക്കുന്നത് അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ്. അൻവർ ഏറ്റവും ഒടുവിലത്തെ അൻവറിൻ്റെ റോഡ് ഷോ കഴിഞ്ഞപ്പോൾ അത് 10,000-ന് മുകളിലും 15,000 വരെ എത്തും എന്നുള്ള മട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അൻവർ 10,000-ന് മുകളിൽ വോട്ട് പിടിച്ചാൽ അത് ആരുടെ വോട്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ചർച്ച. അതെന്തായാലും അൻവർ 75,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഒരുപക്ഷെ 0-ന് അൻവർ വില കൽപ്പിക്കുന്നില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ എത്ര 0 അതിനകത്ത് വെട്ടണമെന്നും അറിയില്ല.
ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അൻവർ പൂജ്യമായി മാറാതിരുന്നാൽ മതി എന്നുള്ളതാണ് അൻവറിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ആഗ്രഹം. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനത്തെ പെട്ടി പൊട്ടും. ബാലറ്റ് പേപ്പറിൻ്റെ കണക്കുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിക്കുമ്പോൾ ആര് ജയിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് പണ്ട് കേട്ട ഒരു പഴയ സിനിമാ പാട്ടാണ് ഓർമ്മ വരുന്നത്. അൻവറിനെ സംബന്ധിച്ച് അൻവർ പാടാനിടയുള്ള പാട്ട്, മുന്നിൽ ശൂന്യമാം ചക്രവാളം, പിന്നിൽ ശൂന്യമാം അന്ധകാരം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.